ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചൈനീസുകാരുടെ ഒരു സൺഡേ എങ്ങനെയാണ്, ഇപ്പൊ സ്പ്രിംഗ് സീസൺ ആണ്. അപ്പൊ ഞാന് സൺഡേ ഒന്ന് പുറത്ത് വന്നിരിക്കാം. അപ്പൊ അതെങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടല്ലേ തുലിപ്പ് നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവെക്കാവേ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ കെച്ചോയിൽ തന്നെയുള്ള ഒരു ലേക്കിലോട്ടാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ച് ഈ ഒരു ലേക്ക് മുഴുവൻ വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ അവിടോട്ട് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് കണ്ട് ചൈനീസുകാരുടെ ഒരു വീക്കെൻഡ് അവരെങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിനുശേഷം ഞാൻ അതിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി ഇവർ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ ഫുഡുകൾ വിൽക്കാൻ വേണ്ടിയാണ് ഈ വണ്ടി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുൻപിൽ ഇതുപോലെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവർ ഫുഡ് ഐറ്റംസ് ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്കിതിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊരു മിനി കാരവാൻ പോലെയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അതുകൂടാതെ ഇവിടെ കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നതായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു കൗതുകം. എന്നിട്ട് അവരെന്നോട് ചോദിച്ചു അവരുടെ കൂടെ ഡാൻസ് കളിക്കുകയും ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ഒന്നും കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഇവരെ നിർബന്ധിച്ച് ഇവരുടെ കൂടെ നിർത്തി ഡാൻസ് കളിപ്പിക്കുന്നു. പക്ഷെ അവരുടെ ഒരു സന്തോഷം കണ്ടപ്പോൾ ശരിക്കും എനിക്കും ഭയങ്കര സന്തോഷമായി. എങ്ങനെ ഞാനും അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നു, ഇവരെന്നെ നിർത്തി സെൽഫി എടുക്കുന്നു. അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവരൊരിക്കലും നമ്മളെ മാറ്റി നിർത്തുകയൊന്നുമില്ല. തൊട്ടടുത്ത് നോക്കുമ്പോൾ ഇവിടെയും ഒത്തിരി വയസ്സായ ആൾക്കാരാണ് കേട്ടോ. അവർ കപ്പിളായിട്ടാണ് വന്ന് ഡാൻസ് കളിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കെട്ടിയോനെ ഇതുപോലെ ഇത്രയും പ്രായമൊക്കെ ആയ കെട്ടിയോനെ ഡാൻസ് കളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കത്തില്ലേ. എനിക്കതിപ്പോൾ അന്നേരം അതാണ് ഓർമ്മ വന്നത് കേട്ടോ. പക്ഷെ ഇവരുടെ ജീവിതം എൻജോയ് ചെയ്തതായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി കഴിയും കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ചൈന അനുദിനം മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് കാണുന്ന ചൈന ആയിരിക്കില്ല ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അതേപോലെയുള്ള വികസനങ്ങളാണ് ചൈനയിൽ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള ഒരു ചൈനയല്ല നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ജോലി ചെയ്യേണ്ടവർക്ക് അവർക്ക് എല്ലാം മുറിയെ പണിയെടുക്കാം കേട്ടോ. ആ പണിയെടുത്ത കാശുമായി നിങ്ങൾക്കിവിടെ ജീവിതം ആഘോഷമാക്കി മാറ്റുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ പൊളിറ്റിക്സ് അധികം വർത്തമാനം പറയാതിരുന്നാൽ മാത്രം മതി. നേതാക്കന്മാരെ അധികം കുറ്റം പറയാതിരുന്നാൽ മതി. രാഷ്ട്രീയം ചർച്ച ചെയ്യാതിരുന്നാൽ മതി. ബാക്കി കാര്യം മുഴുവൻ അതിഗംഭീരമാണ് ഇവിടെ. രാഷ്ട്രീയം ചർച്ച ചെയ്തേ അടങ്ങൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമല്ല കേട്ടോ ഇത്. അല്ലെങ്കിൽ വൈകുന്നേരം ടി വിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാത്തവർക്ക് ഇവിടെ ജീവിതം ഗംഭീരമായിട്ട് അവർക്ക് അവരുടെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണെന്ന് ഞാൻ പറയും. കാരണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം വന്ന് കണ്ടിട്ട് ഒരു അഭിപ്രായം പറയുന്നതല്ല. 10-15 വർഷമായി ഞാൻ ഈ ചൈനയിൽ ജീവിച്ച് ഓരോ ആൾക്കാരെ കണ്ടും എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തു പോയും ആൾക്കാരോട് സംസാരിച്ചും മാത്രം പറയുന്ന ഒരിതാണ്. ചിലർ വിചാരിക്കും നിങ്ങൾ ഒരു ദിവസം പോയിട്ട് നിങ്ങളങ്ങ് വെറുതെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായതുപോലെ പറയുന്നു. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ജീവിതം ആഘോഷമാക്കി മാറ്റാവുന്ന രാജ്യമാണ് ചൈന എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ചൈനയിൽ ജീവിച്ചിട്ടുള്ള ഒരാളും ചൈനയിൽ ഒരിക്കലും കുറ്റം പറയില്ല. അതാണ് ചൈന ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞങ്ങൾക്ക് ചൈനയിൽ നിന്നുള്ള ഒരു അനുഭവം. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സന്തോഷഭരിതരായി ജീവിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെയല്ലേ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവർക്കൊന്നും സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് കുറേ വിഷ്വൽസും കൂടെ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഞാൻ വെറുതെ ഇരുന്ന് പറയുകയല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് അതിന് പറ്റിയ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്.
ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ കഴിയല്ലേ. കുട്ടികളായിട്ട് പട്ടികളായിട്ട് വരുന്നവരും കുട്ടികളായിട്ട് വരുന്നവരും, ഇതുണ്ടല്ലേ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞാൻ അതിലേക്കൂടെ നടക്കുകയാണ് കേട്ടോ. ഇതുണ്ടല്ലേ സ്വന്തം പട്ടികളെയൊക്കെ ഇതുപോലെ കൊണ്ടുവന്ന് അവരെയൊക്കെ ഇതിൽ കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല കേട്ടോ. ഇങ്ങനെ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ലേക്കിലോട്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രമാത്രം ജനങ്ങൾ വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒട്ടും വൃത്തികേടില്ലാതെ എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടാവും. ഇതാണ് ചൈനയിലെ വേറൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച. എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. ഇതുണ്ടല്ലേ കുറേ വയസ്സായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിരുന്ന് അവരുടെ ഇൻസ്ട്രുമെൻ്റൊക്കെ വായിക്കുന്ന കാഴ്ചകൾ കാണാം. ഒരുപാട് ആൾക്കാർ വേറെയും പട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല വയസ്സായിട്ടുള്ള ആൾക്കാരും ഇവിടെ വരുന്നത് കാണാം. ശരിക്കും അവരവരുടെ ജീവിതം ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഇത്രയും ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ടെൻ്റൊക്കെ അടിച്ചിട്ട് അവർ കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നതും, ഒരുപാട് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയാമോ, ഇവർ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും അവരുടെ ഫുഡൊക്കെ കഴിച്ച വേസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് വേസ്റ്റ് ഇടേണ്ട സ്ഥലത്ത് കൊണ്ടിടുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. അത് എത്രത്തോളം അത് ആ ചെറിയ കുട്ടികളെ മുതൽ അവരവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു ശീലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ ഇവിടെ ടൂറായിട്ട് കൊണ്ടുവന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത്, അവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു പൊതുസ്ഥലം എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ളത് അവരവിടെ നിന്നെല്ലാം ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് കുറേ കുഞ്ഞുമക്കൾ എൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം പറയുന്ന കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം അവരവിടെ വൃത്തിയായിട്ടിടുന്ന ഒരു ശീലം നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റും. ശരിക്കും ആ മക്കൾക്കൊക്കെ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാം ഓടിക്കൂടി കേട്ടോ. കുറേ കുഞ്ഞു മക്കൾ ഓടിക്കൂടി. ഇവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇതാണ് ഈ ഒരു ചൈനയിലെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ്. പക്ഷേ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊന്നും നമ്മളെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാറില്ല. ഇവരെല്ലാം നല്ല ആൾക്കാർ. അവർ വെൽക്കം ടു ചൈനയാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ എവിടെ കൂടെ യാത്ര ചെയ്താലും കാണാൻ കഴിയുക. ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ട്രീറ്റ് ഫുഡ് നിങ്ങൾ കണ്ടപ്പോൾ തലയിൽ വെക്കുന്ന ചുമാടിനോട് സാദൃശ്യമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ലോട്ടസിൻ്റെ റൂട്ട് കൊണ്ട്, താമരയുടെ റൂട്ട് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. ഇവിടെ ഡാൻസ് കളിക്കുന്ന സുന്ദരി പെൺകുട്ടികളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.